മോൾ ഏത് ഫ്രണ്ട് വീട്ടിലാ പോയത്? അതൊന്നും എനിക്കറിയില്ലേ. അത് പിന്നെ മോള് പോയത് മോള് വന്നെന്ന് തോന്നുന്നു. അങ്കിളെ, എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ? മോള് ഹാപ്പി അല്ലേ? ഞാൻ ഒരുപാട് ഹാപ്പിയാ. ഇറങ്ങിക്കോ. മോളെ എന്ത് പണിയാ മോളെ കാണിച്ച്? ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോണ്ടേ? ഹലോ, മോളെ വിളിക്കാനായിട്ട് അമ്മ സ്കൂൾ വരെ വന്നതല്ലേ? നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. അങ്ങനെയൊന്നും പ്ലാൻ ചെയ്ത് പോയതല്ല അച്ഛാ. ഇതത്ര നല്ല ശീലമൊന്നും അല്ല. ഞങ്ങളൊക്കെ എത്ര വിഷമിച്ചു എന്നറിയോ? ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെ കഴിച്ചു? അടിപൊളിയായിരുന്നു അമ്മേ. ഫ്രണ്ട്സും ആന്റിമാരും അമ്മുമ്മയും അങ്കിളും എല്ലാരും കൂടെ നല്ല സൂപ്പറായിരുന്നു. ഒരുപാട് സ്നാക്സും സ്വീറ്റ്സും ഒക്കെ തന്നു. അത് കേറിക്കട്ടെ. മോൾ ഏത് ഫ്രണ്ടിന്റെ വീട്ടിലാ പോയത്? ഇന്ദുവിന്റെ അമ്മുവിന്റെ വീട്ടില്. അതാ സച്ചിയുടെ വീട്ടിലെ പിള്ളേരല്ലേ? അതെ. അങ്കിളും കൂടെ നിർബന്ധിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് പോയത്. അവിടെ പോയി സ്നാക്സ് ഒക്കെ കഴിച്ച് എന്നെ ഇപ്പൊ കൊണ്ടുവിട്ടിട്ട് അങ്കിൾ പോയത്. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ആരെങ്കിലും നിർബന്ധിച്ച് വിളിച്ചാ എന്തിനാ അവരുടെ കൂടെ പോകുന്നേ? എത്ര ഫ്രണ്ട്സ് ആയാലും മേലിൽ ഇത് ആവർത്തിക്കരുത്, മനസ്സിലായോ? അതിന് ഞാൻ അമ്മുവിന്റെ ഇന്ദുവിന്റെ സച്ചങ്ങളുടെ കൂടെ അല്ലേ പോയത്? അവര് നിന്റെ ആരാ? നിന്റെ ബന്ധുക്കളൊന്നും അല്ലല്ലോ അവരുടെ കൂടെ പോകാൻ. അവനാണെങ്കിൽ മുഴുത്ത ഭ്രാന്ത. എപ്പോഴും ആരോടാ വഴക്കുണ്ടാക്കുന്നതെന്ന് ഒരു നിശ്ചയമില്ല. അങ്ങനെയുള്ള ഒരുത്തനും ആ പിള്ളേരും കൂടി വിളിച്ചപ്പോ നീ എന്തിനാ എടുത്ത് ചാടി പോയത്? അഹങ്കാരി, നിന്നെ ഞാൻ ഇന്ന് പറയാനോ ആരുമില്ല നിനക്ക്. പേടിയില്ലാതെ എവിടേക്ക് പോവോ നീ അങ്ങനെ? പെൺകുട്ടികളായ നല്ല അടക്കം ഒതുക്കം വേണം. സ്കൂൾ വിട്ടാലേ നേരെ വീട്ടിലേക്ക് വരണം. ഇവൾക്ക് പോകാൻ വേറെ ഒരു സ്ഥലവും കണ്ടില്ല. ഇനിയോ ഭ്രാന്തന്റെ പേര് ഇവിടെ മിണ്ടിയാലുണ്ടല്ലോ അടിച്ചു ഞാൻ.